ഇന്ന് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ 10ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ജോങ്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ചോല പാസൊക്കെ കയറി നമ്മൾ ഈ ജോങ്ലയിലേക്ക് എത്തി. ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നു. ഏറ്റവും നമ്മളൊരു 8 മണിക്കൂറോളം എടുത്തു. അതായത് ഈ ചോല പാസൊക്കെ കയറി നമ്മൾ ഈ ജോങ്ലയിൽ എത്തുവാനായിട്ട്. ഇന്ന് നമ്മൾ ഈ ജോങ്ലയിൽ നിന്നും പോകുന്നത് ലബൂച്ചെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ലബൂച്ചെ ഈ ലബൂച്ചെ എന്ന് പറയുന്നത് 4930 മീറ്റർ. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് 4830 നിന്നും 4930 കുറച്ച് മുകളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇവിടെ നിന്നൊരു 3 മണിക്കൂർ യാത്രയാണ് ലബൂച്ചയിലേക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ജോങ്ലയെ പറ്റി ഞാൻ ഒന്ന് പറയാം. ഇന്നലെ രാത്രി ഇവിടെ എത്തി. രാത്രിയല്ല, ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തി. ഒരു ചെറിയൊരു സ്ഥലം, ചുറ്റും മൗണ്ടൻസ് കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ് ജോങ്ല. അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. നമ്മളെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ചാണാനൊക്കെ ഇട്ട് ഇങ്ങനെ ചൂടാക്കും. നമ്മുടെ ഈ ടീ ഹൗസിൻ്റെ ഉള്ളിൽ അവർ ചൂടാക്കും. അത് മാത്രമാണ് ഏക ആശ്വാസം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ സമയം ഇരുന്ന് മറ്റുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ഹൈക്കേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ സമയം ഇരുന്ന് നമ്മൾ കിടക്കണ സമയമാകുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇതിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഇവിടുത്തെ രാത്രി. രാവിലെ ഇവിടെ എഴുന്നേറ്റു. നല്ല അടിപൊളി, നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ യാക്കിനെയൊക്കെ കാണാം. യാക്കിനെയൊക്കെ അവർ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ചെറിയൊരു സെറ്റപ്പാണ്. ഇവിടെ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10 ഇല്ല, 10 ടീ ഹൗസുകളൊന്നും ഇല്ല. അത്രയ്ക്ക് ചെറിയൊരു സെറ്റപ്പ്. ചുറ്റും ഫോഗ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇന്നത്ര ക്ലിയർ അല്ല സ്കൈ ഒന്നും, അതുകൊണ്ട് കാണാനൊക്കെ ഇത്തിരി പ്രയാസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലബൂച്ചയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ലബൂച്ചയിൽ. ഇന്നലെ വലിയൊരു യാത്രയായ ഈ ചോല പാസ് കയറി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. എത്ര ടഫായിരുന്നു ചോല പാസ് കയറി ഇറങ്ങാൻ. അപ്പോൾ അത് കയറി ഇറങ്ങി ഇവിടെ വന്ന് ശരിക്കും ടയർഡായിരുന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല എനർജിയൊക്കെ ഉണ്ട്. നമ്മൾ ലബൂച്ച ചെല്ലും. ലബൂച്ച നമ്മൾ നേരത്തെ ചെല്ലും. എന്നിട്ട് ഇന്ന് അവിടെ സ്റ്റേ ആണ്. നാളെയും വീണ്ടും ഒരു നാളെയാണ് കേട്ടോ. ഇന്ന് ലബൂച്ച ചെന്ന് നാളെയാണ് എനിക്ക് തോന്നുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്നത്. പിന്നെ നമ്മൾ കാലാപത്ര അതൊക്കെ കയറുന്നുണ്ട്. വലിയൊരു 15 ദിവസത്തെ ട്രക്കിംഗ് ആണിത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ്. രാവിലെ തന്നെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പോകുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ, ലബൂച്ചയിലേക്കുള്ള യാത്രയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, ബൈ. ഞാൻ താമസിക്കുന്ന ഈ ഒരു ടീ ഹൗസിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ട്രക്കിങ്ങിന് വേണ്ടി ഞാനിപ്പോൾ ഒരുങ്ങുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഇങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നവരുടെ ഒരു വലിയ നിര, അവരിങ്ങനെ വരിവരിയായിട്ട് പോകുന്നത് കാണുവാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഞങ്ങളുടെ ട്രക്കിങ് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ട്രക്കിങ് ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. തണുത്ത കാറ്റും ഫോഗും എല്ലാം ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ താരതമ്യേന ഒരു ഈസി ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ആണ് ഇന്നുള്ളത്. ഇങ്ങനെ നോക്കത്ത ദൂരത്തിൽ ഇങ്ങനെ മഞ്ഞിൽ പൊതിച്ച് കിടക്കുന്ന ഈ മലനിരകൾ കാണുവാനാണ് ഏറ്റവും മനോഹരം. എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന ഈ ഒരു ട്രക്കിങ്ങിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. ഇന്നലെ നമ്മൾ വെള്ളം എൻ്റെ ബ്ലാഡറിൽ നിറച്ചിട്ട് പകുതിയായപ്പോൾ കുടിക്കാൻ പറ്റുന്നില്ല. അത് ഐസായിപ്പോയി. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ലബൂച്ച വരെ അല്ലേ ഉള്ളൂ, 3 മണിക്കൂറിലേ ഉള്ളൂ. 1 ലിറ്റർ വെള്ളം മേടിച്ചു. പിന്നെ എക്സ്ട്രാ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അതുകൊണ്ടൊരു 2000 നേപ്പാളി റുപ്യ ഇന്നലെ ഇവിടെ മുടക്കേണ്ടി വന്നു. ഞാൻ 1500 പ്രതീക്ഷിച്ചത്. അപ്പോൾ ഒരു 500 കൂടുതൽ, കുഴപ്പമില്ല. നല്ല തണുപ്പുണ്ട്, കാറ്റിച്ചിട്ട് കുറവുണ്ട്, അതുകൊണ്ട് ഗുണമുണ്ട്. നമ്മളിങ്ങനെ
അപ്പോൾ ലബുച്ചിലേക്ക് പോവുകയാണ്. പോണ വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് മൊത്തം നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ ഞാൻ എടുക്കാം. ഓക്കെ. ഇനി എന്തായാലും കുറച്ച് വിശ്രമിച്ചിട്ട് തന്നെ ആവാം മുൻപോട്ടേക്കുള്ള യാത്ര. എന്നെ കൂടാതെ മറ്റൊരു ഗ്രൂപ്പും ഞങ്ങളുടെ ഈ ഒരു വിശ്രമ സ്ഥലത്തുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു കാഴ്ചകൾ നമുക്ക് മറക്കാനാവില്ല. നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള മലനിരകളാണ്. നല്ല ഭംഗിയുണ്ട് കാണുവാൻ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അരമണിക്കൂറായിട്ട് ഞങ്ങളിങ്ങനെ ഈ കോടമഞ്ഞ് അതിൻ്റെ ഉള്ള വഴിയിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, സഹിക്കാവുന്ന സെറ്റപ്പൊക്കെ ഉള്ളൂ. കണ്ടില്ല, നല്ല കോടമഞ്ഞ് താഴെ ഇങ്ങനെ അടിച്ച് കയറുക, കണ്ടില്ലേ. ഇനിയുണ്ട് 1 മണിക്കൂറോടെ. എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് എടുക്കും, പിന്നെ 1 മണിക്കൂറോടെ ഉള്ളൂ. ഓക്കെ. വെറും 5 മിനിറ്റിനുള്ളിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തും. ഓക്കെ. ഇച്ചിരി ടയർഡായി, നമ്മൾ അവസാനത്തെ ആ റെസ്റ്റ് എടുത്ത് വെച്ച് പിന്നെ എങ്ങനെ ഇരുന്നില്ല. ഓക്കെ, വാ, 5 മിനിറ്റോടെ ഉള്ളൂ. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. നമസ്തേ. അങ്ങനെ ലബുച്ച എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ട്രക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 10 ദിവസം, ഇന്ന് 10ാമത്തെ ദിവസമാണ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിനൊരു സന്തോഷമുണ്ട്. ഓക്കെ, നാളെയാണ് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കാണാൻ പോകുന്നത്. ഇവിടുന്ന് നാളെ ഗോരഖ്പൂർ എന്നിട്ട് അവിടുന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് നാളെ കാണും. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്നത്തെ ഈ ഒരു ട്രക്കിങ് താരതമ്യേന വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും ഇന്നത്തെ ട്രക്കിങ്ങിലില്ല. പോരുന്ന വഴികളൊക്കെ വളരെ കുറച്ച് സ്റ്റീപ്പ്, അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ട്രക്കിംഗ് ആണ്. നമ്മുടെ ഈ ചോല പാസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ 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 സിമ്പിളായിട്ടുള്ള ട്രക്കിംഗ് ആണെന്ന്. നമ്മളൊരു 3 മണിക്കൂർ കൊണ്ട് അവിടുന്ന് ഇവിടെ എത്തി. ജോങ്ലയിൽ നിന്ന് ഇവിടെ എത്തി.
ഇതിന് മുമ്പത്തെ വീഡിയോ സോങ്കളിലാണ് ഞാൻ അവസാനിപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് 3 മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തി. ഇവിടെ നേരെ വന്നു. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാനാവുന്നത് കുറേ മൗണ്ടൻസാണ് ചുറ്റും. ഈ ഒരു ലബൂച്ചയുടെ ചുറ്റും മൗണ്ടൻസാണ്. നല്ല ഭംഗിയുണ്ട്. അതിന് നടുക്ക് ഒരു ചെറിയൊരു സെറ്റിൽമെൻറ്റ്, കുറച്ച് ഒരു 10-12 വലിയ ലോഡ്ജുകളും ഒക്കെ കാണും. ഈ സോങ്കളെക്കാളും കുറച്ചുകൂടി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ലബൂച്ച എന്ന് പറയുന്നത്. ഇപ്പോൾ അതേ കണ്ടില്ലേ, അത്യാവശ്യം ഈ സ്നോ ഇങ്ങനെ പെയ്തു തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതൊരു കൂടും. പിന്നെ വേറെ എന്താണ് ഇവിടെ ഞാൻ താമസിക്കുന്ന ഈ ഒരു ഹോട്ടൽ പീക്ക് എന്നാണ് അതിൻ്റെ പേര്. ഹോട്ടൽ പീക്ക് ഞാൻ താമസിക്കുന്ന ലോഡ്ജാണിത്. വന്ന വഴി നല്ല വിശപ്പായിരുന്നു. ഒരു ബർഗറും ഒക്കെ കഴിച്ചു. സാധാരണ എല്ലാ ടീ ഹൗസിലും കാണുന്ന പോലെ തന്നെ ഒരു സെറ്റപ്പ്. ബർഗർ കഴിച്ചു, പിന്നെ ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ റൂമിൽ ചെന്നു. എൻ്റെ റൂം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു റൂം, ഒരാൾക്ക് കിടക്കാം, അത്ര ഉള്ളൊരു ചെറിയ റൂം. ഓക്കെ, ഒരു ചെറിയ റൂം. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ ഇൻ്റർനെറ്റ് ഇന്ന് എടുത്തു. 1000 രൂപയാണ് ഒരു ഇൻ്റർനെറ്റിൻ്റെ കാർഡിന്. നമുക്ക് 24 മണിക്കൂർ ഉപയോഗിക്കാം. കഴിഞ്ഞ 1-2 ദിവസമായിട്ടില്ലായിരുന്നു. താങ്ക് യു. ഓരോ മനുഷ്യരുടെ സന്തോഷം കണ്ടില്ലേ. ഞാൻ നാളെ തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകണം. ഇവർ പോയിട്ട് വന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെ 10 ദിവസത്തെ നമ്മുടെ ട്രക്കിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തും. അങ്ങനെ ഒരു നീണ്ട യാത്ര, 10 ദിവസത്തെ യാത്ര. ചോല പാസൊക്കെ കടന്ന് എൻ്റെ അമ്മ ഗോക്കിയൊക്കെ പോയി, ഭയങ്കര ഭംഗി. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ.